ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റിയൽമി GT2 Pro ഓൾമോസ്റ്റ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഫോൺ എങ്ങനെയുണ്ട്, ആ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സംഭവം വേറെ ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് നമ്മുടെ റിയൽമി GT2 Pro എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ റിയൽമി GT2 ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഫോൺസാണ് അവർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ആട്ടോ. റിയൽമി GT2 Pro എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വാങ്ങിയാൽ ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങിയാൽ അത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവും, അങ്ങനെ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഫോണിൽ നമുക്ക് മാക്സിമം മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആദ്യം ഫോണിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് നോക്കും, അതിനുശേഷം ഡിസ്പ്ലേ എങ്ങനെയുണ്ട് നോക്കും, മൂന്നാമതായിട്ട് നമ്മൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കും, നാലാമതായിട്ട് അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് നോക്കും, ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ബാറ്ററി എങ്ങനെയുണ്ട് നോക്കും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം, അതായത് പ്രൈസിങ്ങും അതേപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും അതർ ഫീച്ചേഴ്സും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കുന്നതായിരിക്കും. സോ ഈ ഒരു 6 ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫോൺ എങ്ങനെയുണ്ട്, കിടുക്കാച്ചിയാണോ എന്ന്. സംഭവം ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഒക്കെ തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ എങ്ങനെയുണ്ട് നോക്കാം. സോ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ 8.2 mm ആണ് തിക്ക് വരുന്നത് കേട്ടോ. ആ ഫോണിൻ്റെ തിക്ക് എന്ന് പറയുന്നത് കുറച്ച് വളരെ കുറവാണ്. അതിന് കാരണം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 159 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതും കുറച്ച് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പേപ്പറാണ്. ഓക്കെ, നമ്മളിപ്പോൾ അറിയാം വിവോ V23 Pro ബാക്ക് സൈഡ് കളർ ചേഞ്ചിങ് പാനലായിരുന്നു. ഇവിടെ വന്നിട്ടുള്ളത് ബാക്കിൽ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. സോ അങ്ങനെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ റിയൽമി GT2 Proൻ്റെ ബാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വെയിറ്റും തിക്കും കുറവ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിൽ തന്നെയാണ് റിയൽമി GT2 Proയുടെ ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. 6.7 ഇഞ്ചിൻ്റെ ഒരു 2K റെസൊല്യൂഷൻ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അത് സാംസങ്ങിൻ്റെ LTPO2 ഡിസ്പ്ലേ ആണ്. അതായത് നമുക്കതിൽ വേരിയൻ്റ് ആയിട്ടുള്ള റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് അല്ല. അതായത് അഡാപ്റ്റീവ് റീഫ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60, 90, 120 അങ്ങനെ മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു LTPO2 ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിൽ 1 തൊട്ട് 120 Hz വരെ എന്ത് ചെയ്യാൻ പറ്റും, റീഫ്രഷ് റേറ്റ് വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1400 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ HDR10+ൻ്റെ സപ്പോർട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല 509 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ PPI വരുന്നത്. ഇതൊക്കെ കൂടാതെ ഇതിന് ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊട്ടക്ഷനും കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് പറ്റുന്ന അതിൽ ചേർന്നൊരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി GT2 Proയിൽ അവർ നൽകിയിട്ടുള്ളത്. മൂന്നാമതായിട്ട് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ പ്രൊസസ്സർ എന്ന് പറയുന്നത് Qualcommൻ്റെ Snapdragon 8 Gen 1 പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഈ പ്രൊസസ്സർ ഒരു 64 ബിറ്റിൻ്റെ ഒരു 4 നാനോമീറ്റർ പ്രൊസസ്സറാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ Adrenoൻ്റെ 730 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രാഫിക്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അക്കാര്യത്തിനൊരു കുഴപ്പവും നമ്മുടെ റിയൽമി GT2 Proൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. റാം നോക്കുകയാണെങ്കിൽ LPDDR5ൻ്റെ റാം തന്നെയാണ്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ് നമുക്ക് സ്റ്റോറേജ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 512 GB ആണ് ഇതിൻ്റെ മാക്സിമം വേരിയൻ്റ് എന്ന് തോന്നുന്നു കേട്ടോ. സോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ UI ഒക്കെ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമി UI 3.0 അല്ലെങ്കിൽ 3.0 ആവാനാണ് ചാൻസ്. നെക്സ്റ്റ് ആയിട്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ബട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് 3 ക്യാമറയാണ് വരുന്നത്. അതിൽ ഒന്ന് 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ്. സോണിയുടെ IMX760 ആണ് ഇതിൻ്റെ സെൻസർ വന്നിട്ടുള്ളത്. ഒരു പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് സെൻസർ തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഫോൺ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഇതുവരെ കാണാത്ത, പക്ഷേ ഇതിനു മുമ്പ് കുറച്ച് ഡിവൈസിലൊക്കെ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് വരെ കാണാത്ത ഒരു സെൻസറാണ് 3 മെഗാപിക്സലിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് സെൻസർ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സൂമായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ടൊക്കെ വ്യൂ കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ ഒരു കിടിൽ ഫീച്ചർ തന്നെയാണ്. പക്ഷേ അതിന് പകരം ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതിൽ നമുക്ക് കിട്ടുക. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 32 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ആരും എന്താ പറയുക 5000 mAh താഴത്താണ് സാധാരണ ബാറ്ററി കാണാറുള്ളത്. 4000 mAh, 4200 mAh അങ്ങനത്തെ ഒരു ലെവലിലാണ് സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ ബാറ്ററി വരാറുള്ളത്. പക്ഷേ ഈ ഫോണിൽ 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കത് തോന്നി. മാത്രമല്ല 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല.
കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു വയർലെസ് ചാർജിങ് മസ്റ്റുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് വന്നിട്ടില്ല. സോ ലാസ്റ്റായിട്ട് ഫൈനൽ ഫീച്ചേഴ്സും പ്രൈസിങ്ങും നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 360 ഡിഗ്രി NFC വരുന്നുണ്ട്. അതായത് ഫോണിൻ്റെ എല്ലാ ഭാഗവും 360 ഡിഗ്രിയിൽ നമുക്ക് NFC യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സ്വാഭാവികം, കാരണം ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ഒന്നും 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സോ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് എന്താ ലാസ്റ്റ് പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 45K ആ റേഞ്ചിലായിരിക്കും. 43,000 45,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരാമെന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ കേട്ടോ. പിന്നെ അതിൻ്റെ Realme GT2 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 ആണ് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 32K അങ്ങനെയൊക്കെ ആയിരുന്നു. 35,000 രൂപേൻ്റെ താഴെയായിരിക്കും എന്തായാലും പ്രൈസ് വരിക. അങ്ങനെ വന്നാലായിരിക്കും ആ ഫോൺ ബെസ്റ്റ് ഫോണായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ ടെക്നോളജി അപ്ഡേറ്റ് കിട്ടാൻ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഗുഡ് ബൈ.